ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഞാൻ എന്തൊക്കെയാണ് എൻ്റെ സ്കൂളിൽ കൊണ്ടുപോകുന്നതെന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് പാക്ക് മൈ ബാഗ്. സോ നമുക്ക് എന്താണ് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ ഹിന്ദീൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് ഞാൻ കൊണ്ടുപോകുന്നത്. സോ ഇതാണ് എൻ്റെ ഹിന്ദീൻ്റെ ടെക്സ്റ്റ് ബുക്ക്. അപ്പം നമുക്ക് ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് ബാഗിലേക്ക് എടുത്തു വെക്കാം. അപ്പം ഇപ്പോൾ ബാഗിലൊന്നുമില്ല, ഞാൻ ഒന്നും എടുത്ത് വച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഹിന്ദീൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെക്കാം. അതിനുശേഷം ഞാൻ വയ്ക്കുന്നത് സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. ഇതാ സോഷ്യൽ സയൻസിൻ്റെ ആണ് കേട്ടോ, അതും എടുത്തു വച്ചിട്ടുണ്ട്. അതിനുശേഷം മലയാളത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. യെസ്. സോ ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗങ്ങളാണ് എടുത്തു വയ്ക്കുന്നത്. അതിനുശേഷം ഞാൻ സബ്ജക്റ്റ് വൈസ് ആണ്, ഇത് ടൈം ടേബിൾ അനുസരിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നാളത്തെ ടൈം ടേബിളിൽ ഡ്രോയിങ് ഉണ്ട്. അപ്പോൾ ഡ്രോയിങ്ങിൻ്റെ റെഡ് ബ്രഷ് എന്ന് പറഞ്ഞൊരു ബുക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഡ്രോയിങ് ബുക്കാണ് കേട്ടോ ഇത് തുറന്ന് കാണിക്കാമെന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഡ്രോയിങ് ഒക്കെ വരയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് എടുത്തു വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ടെക്സ്റ്റ് ബുക്സ് ഒന്നും തന്നെ ഇല്ല. ഇത് നമുക്ക് നോട്ട്ബുക്ക് സെക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്താണ് നോട്ട്ബുക്ക് സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ എടുക്കുന്നത് നോട്ട്ബുക്ക് സെക്ഷനാണ്. അപ്പോൾ എൻ്റെ ബാഗ് കാണിച്ചിരുന്നില്ലല്ലോ ഞാൻ. ഇതാണ് കേട്ടോ എൻ്റെ ബാഗ്. ഒരു ക്രിക്കറ്റർ ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് ക്രിക്കറ്റർ എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ്. സോ എന്താണേലും RCB ഈ വർഷങ്ങളും കപ്പെടുത്തല്ലോ, സന്തോഷം. സോ എനിവേ, നമുക്ക് നോട്ട്ബുക്ക് സെക്ഷനിലേക്ക് കിടക്കാം. നോട്ട്ബുക്ക് സെക്ഷനിൽ ഞാൻ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് എൻ്റെ ഡയറിയാണ്. SPSS സെൻറ്റ് പീറ്റേഴ്സിൻ്റെ ഡയറി എടുക്കുന്നുണ്ട്. ഈ വർഷത്തെയാണ് കേട്ടോ. ഇതിലിപ്പോൾ എന്താ പറയുക, അസൈൻമെൻറ്റ്സ് ഒക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതെന്താണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് ഇതെടുത്ത് വയ്ക്കാം. ഇത് ഞാൻ നോട്ട്ബുക്സ് ഒക്കെ വേറൊരു കള്ളിയിലാണ് എടുത്ത് വയ്ക്കുന്നത്. ഇതാക്കണ്ടോ, ടെക്സ്റ്റ് ബുക്കൊക്കെ ഞാൻ കാണുന്നുണ്ടോ, ഇവിടെ ഒരു കള്ളിയുണ്ട്. അപ്പോൾ ഈ കള്ളിയിലാണ് ഞാൻ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് വെച്ചത്. ഞാൻ നോട്ട്ബുക്ക് എടുത്ത് വയ്ക്കുന്നത് വേറെ കള്ളിയിലാണ്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഡയറി വെച്ചു. ഡയറിക്ക് ശേഷം ഞാൻ വയ്ക്കുന്നത് SS നോട്ട്ബുക്കാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ 5th എനിക്ക് EVS എന്ന് പറഞ്ഞ ഒറ്റ സബ്ജക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 6th എനിക്ക് രണ്ടും ഡിവൈഡായി, അതായത് സോഷ്യൽ സയൻസുമായി സയൻസുമായി. അപ്പോൾ ഇപ്പോൾ നമുക്ക് SS നോട്ട്ബുക്ക്, അതായത് സോഷ്യൽ സയൻസിൻ്റെ നോട്ട്ബുക്ക് എടുത്ത് വയ്ക്കാം. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ച് കഴിഞ്ഞു. സോ നെക്സ്റ്റ് നോട്ട്ബുക്ക്. ഓക്കെ, അതിനുശേഷം നമുക്ക് സയൻസിൻ്റെ നോട്ട്ബുക്ക് എടുത്ത് വയ്ക്കാമേ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്റ്റിക്കർ നെയിംസ് എഴുതാൻ. നല്ല രസമാണ്, എനിക്ക് സിൻഡ്രേലിനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ സയൻസിൻ്റെ ഇപ്പോൾ ഡയറി എടുത്തു വെച്ചു, SS നോട്ട്ബുക്ക് എടുത്തു വെച്ചു, സയൻസിൻ്റെ നോട്ട്ബുക്ക് എടുത്തു വെച്ചു. പിന്നെ ടെക്സ്റ്റ് ബുക്ക് സോഷ്യൽ സയൻസ്, മലയാളം, ഹിന്ദി, പിന്നെ ഡ്രോയിങ്ങിൻ്റെ, ഇതൊക്കെയാണ് നമ്മൾ എടുത്തു വെച്ചത്. ഇനി എനിക്ക് റഫ് ബുക്ക്, ദ ഇമ്പോർട്ടൻറ്റ് തിങ്, റഫ് ബുക്ക് എന്തെങ്കിലും അസൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അസൈൻമെൻറ്റ്സ് ഓർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വയ്ക്കാനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് റഫ് ബുക്ക്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് മാത്സ് ആണ്. അപ്പോൾ മാത്സ് എനിക്ക് ഈ വർഷം കുറച്ച് പാടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 6th അപ്പം കുറച്ച് പാടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പറഞ്ഞാൽ ഭയങ്കര മോശമാണെന്ന് എനിക്കറിയില്ല, എന്നാലും അത്ര വലിയൊരു നീറ്റ്നെസ് ഒന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്താണേലും മാത്സിൻ്റെ ബുക്ക് എടുത്തു വയ്ക്കാം. ഓക്കെ, ഇനി എനിക്ക് എടുത്തു വെക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ ടൈം ടേബിൾ അനുസരിച്ചാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ATL നോട്ട്ബുക്ക് എടുത്ത് വയ്ക്കണം. ATL എന്ന് വെച്ചാൽ അറ്റൽ ടിങ്കറിങ് ലാബാണ്. ഇതെനിക്ക് ഒരു സാറാണ് എടുത്തു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ATL ബുക്കും എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ ഒരു നോട്ട്ബുക്ക് സെക്ഷനിൽ ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചത്, നമ്മൾ സയൻസ് വരെയാണ് നിർത്തിയത്, സയൻസിൻ്റെ നോട്ട്ബുക്ക് വരെ. അതിന് റഫ് ബുക്ക് എടുത്തു വെച്ചു, പിന്നെ മാത്സിൻ്റെ നോട്ട്ബുക്ക് എടുത്തു വെച്ചു, പിന്നെ ATL നോട്ട്ബുക്ക് എടുത്തു വെച്ചു. ബാക്കിയുള്ള മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഈ നോട്ട്ബുക്സും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും,
ഈ കൊച്ചിന് നോട്ട്ബുക്സ് ഒന്നും ഇല്ലേ ഇംഗ്ലീഷിൻ്റെയൊക്കെ? അപ്പോൾ ഇംഗ്ലീഷിൻ്റെയും പിന്നെ എന്താ പറയുക, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ഈ 3 നോട്ട്ബുക്സ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത്. അത് ബേസ്ഡ് ചെക്ക് ചെയ്യാനായിട്ട് എടുത്തേക്കുവാണ് നോട്ട്സ് എഴുതിയപ്പോൾ. സോ അത്രയൊക്കെയാണ് ഞാൻ നോട്ട്ബുക്ക് സെക്ഷനിൽ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വയ്ക്കാനുള്ളത് ഇച്ചിരി അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എന്നാലും ഞാൻ വയ്ക്കുന്നതാണ്. ഞാൻ ഡയറി ഓഫ് വിംപീക്കിഡ് എന്ന് പറഞ്ഞൊരു സീരീസ് വായിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം അതിൻ്റെ ലാസ്റ്റ്, അതായത് ഞാൻ ഓൾഡ് സ്കൂളും കൂടെ വായിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ബുക്കാണ്. അപ്പം ഞാൻ ഫ്രണ്ടിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് വായിച്ച ബുക്കാണ്. അപ്പം എനിക്ക് ഇന്ന് തിരിച്ചു കൊടുക്കണം, അല്ല ഇന്നല്ല നാളെ തിരിച്ചു കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെടുത്ത് വയ്ക്കുന്നുണ്ട്. ഇത് മൊത്തം വായിച്ചു, അതായത് ഞാൻ വിംപീക്കിഡ് സീരീസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 19 ബുക്സാണ് ഉള്ളത്. ലാസ്റ്റ് ഹോട്ട് മെസ് എന്ന് പറഞ്ഞ ബുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എൻ്റെ കയ്യിലുണ്ട്. ഹോട്ട് മെസ്സിൻ്റെ ബുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാ ഹോട്ട് മെസ്സിൻ്റെ ബുക്ക് ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞാണ്. അങ്ങനെ ഞാൻ വിംപീക്കിഡ് സീരീസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. യൈ! സോ എനിവേ, നമുക്ക് ഓൾഡ് സ്കൂൾ ഫ്രണ്ടിന് കൊടുക്കാനായിട്ട് എടുത്തു വയ്ക്കുന്നത്. ഇത് ഞാൻ വേറെ കള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതേ കണ്ടില്ലേ, ഈ ഒരു കള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കിതേ ഓൾഡ് സ്കൂള് എടുത്തു വയ്ക്കുകയാണ്. പിന്നെ ഞാനിത് ലൈബ്രറിയിൽ നിന്ന് ബോറോ ചെയ്ത ബുക്കാണ്. അപ്പം ഞാൻ ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ ഇന്ന് വായിക്കാനായിട്ട് ഞാൻ ഇതെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറെ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നില്ല. ബട്ട് വേറൊരു സാധനമുണ്ട് നമ്മൾ മിസ് ചെയ്തത്, പൗച്ച്. ഓക്കെ, പൗച്ച് നമുക്ക് വേഗം ഒന്ന് പറയാം. പൗച്ചിൻ്റെ അത് ഞാൻ എന്തൊക്കെയാണ് വെച്ചേക്കുന്നതെന്ന്. ഞാൻ ഒരു നോർമൽ പെൻ അത് എടുത്തു വയ്ക്കുന്നുണ്ട് ഇവിടെ. ഇതാ ഒരു നോർമൽ പെൻ, ജെൽ പെൻ, പിന്നെ പെൻസില്. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കെയില് വെച്ചിട്ടുണ്ട്. ഈ സെക്ഷനിൽ ഞാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. സ്കെയില് വെച്ചിട്ടുണ്ട്, സ്കെയില്. പിന്നെ ഇത് പൈസയാണ്. എനിക്ക് മലയാളത്തിൻ്റെ എക്സാം ഉണ്ട്, അതായത് സ്പെസിഫിക് ആയിട്ടുള്ളൊരു എക്സാമാണ്. വേണ്ടവർക്ക് മാത്രം എഴുതിയാൽ മതി. അപ്പം ഞാൻ മലയാളം ആയതുകൊണ്ട് എഴുതാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വെച്ചിട്ടുള്ളത് സ്റ്റിക്കി നോട്ടാണ്. സ്റ്റിക്കി നോട്ട് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് കേസ് എടുത്തിട്ട്, അപ്പോൾ തുറന്ന് കാണിച്ചിട്ട് പാടാം. സ്റ്റിക്കി നോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ പെൻസിലുണ്ട്, ഇറേസർ ഉണ്ട്, ദെൻ ഷാർപ്നർ. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ തിരിച്ചെടുത്ത് വയ്ക്കാം. ഓക്കെ, തിരിച്ചെടുത്ത് വയ്ക്കാൻ ഇച്ചിരി പരിപാടിയാണ്. അപ്പോൾ ഇത് വേഗം ഞാൻ തിരിച്ചെടുത്ത് വയ്ക്കട്ടെ. അപ്പോൾ സ്കൂളൊക്കെ തുറന്നു. എങ്ങനെയുണ്ട് നിങ്ങളെല്ലാവരുടെയും സ്കൂളിൽ നിന്നൊക്കെ പറയുക. ഓക്കെ, സോ ഹൗ ഈസ് യുവർ സ്കൂൾ? ഇസ് ഇറ്റ് ഗുഡ്? നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ, ഓൾഡ് ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ ക്ലാസ്സിലുണ്ടോ അതോ ഷഫിൾ ചെയ്തോ എന്നുള്ളതൊക്കെയാണ് ഞാൻ അന്വേഷിക്കുന്നു നിങ്ങളോട്. സോ അത്രയാണ് ഞാൻ എൻ്റെ പൗച്ചിൽ വെച്ചത് കേട്ടോ. അത്ര ഞാൻ ഇതിൽ പൗച്ചിൽ വയ്ക്കാറുള്ളൂ. പിന്നെ ഞാൻ വേറെ ഒന്നും വയ്ക്കാറില്ല. പൗച്ച് ഞാൻ ഇവിടെ വയ്ക്കണ്ട. അല്ലേ പിന്നെ പൗച്ച് ഞാൻ ഈ കള്ളിയില്ലേ, ഈ കള്ളി ഇവിടെ, ഇതാ ഈ കള്ളിയിലാണ് എടുത്ത് വയ്ക്കുന്നത് കേട്ടോ. പൗച്ച് എടുത്ത് വെച്ചിട്ടുണ്ടേ. പൗച്ച് അത് കഴിഞ്ഞ് എൻ്റെ വാച്ച് മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ബാഗിലാണ് എടുത്ത് വെക്കുന്നത്. അതാകുമ്പോൾ സ്കൂളിൽ ചെന്നിട്ടാണ് നമുക്ക് ഇടാൻ പറ്റും. സോ വാച്ച്. ഇത്രയൊക്കെയാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളൂ എൻ്റെ ബാഗിൽ. പിന്നെ എൻ്റെ ലഞ്ചും വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഞാൻ ലഞ്ച് ബാഗിലാണ് എടുത്ത് വെക്കുന്നത്. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.